ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് രേഖ. ഞാനിവിടെ 2022 ഒക്ടോബർ 14 ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതിനു മുമ്പേ ഉടമ്പടി എടുക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു നിയോഗമാണ്, ഒരു ആഗ്രഹമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. ഞാൻ ഒരു നേഴ്സാണ്. 2021 ഫെബ്രുവരി 9 ഞാൻ കൃപാസനത്തിനെ പറ്റി എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ വഴി അറിയുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഫെബ്രുവരി 9 വർക്ക്ഷോപ്പിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ ഡീസൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. 74% ബേൺസ് ആയിരുന്നു. ഒരു ഹോസ്പിറ്റലിലും എടുക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് ESA ഹോസ്പിറ്റലിൽ, കൊല്ലം ESA ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി. അന്ന് രാത്രി തന്നെ പുള്ളിയെ ഇൻറ്റുബേറ്റ് ചെയ്യണം, വെൻറ്റിലേറ്ററിലാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിൽ പ്രകാരം പുള്ളിയെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ആരുമില്ലായിരുന്നു കൂടെ വരാൻ. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹമായിരുന്നു. വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ ആംബുലൻസിൽ ഞാനും അമ്മയും ഹസ്ബൻഡ് മാത്രമായിരുന്നു മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത്. പോകും വഴി എന്ത് ചെയ്യണമെന്നോ ഹോസ്പിറ്റലിൽ ചെന്ന് എന്ത് ചെയ്യണമെന്നോ ഒന്നും ഒരു നേഴ്സായിരുന്നിട്ട് കൂടി എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയായിരുന്നു 75% ബേൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും പൂർവ്വസ്ഥിതിയിലോട്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. പുള്ളിയെ ബേൺസ് ICUവിൽ അഡ്മിറ്റായി. ആദ്യം തന്നെ ഡോക്ടർ എന്നോട് പറയുന്നത്, മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിന് ജീവനോടെ ഇരിക്കില്ല,